Hello guys, I'm here the Hey Gamer. Guys, അപ്പോൾ നമ്മൾ ഇന്നൊരു വേറെ ഒന്നുമില്ല, നമ്മൾ പറഞ്ഞതിനാദ്യം ഫോർമേഷൻ ചേഞ്ച് ആക്കുന്നു. അപ്പോൾ ഫോർമേഷൻ ചേഞ്ച് ആക്കുമ്പോൾ ഇത് വേണ്ട, ഫോർമേഷൻ ചേഞ്ച് ആക്കിയിട്ട് കളി കളിച്ചു പോകണം. ഞാൻ ചേഞ്ച് ആക്കി വെച്ചു ഗൈസ്. അതെ, ഇനിയിപ്പോൾ വീഡിയോ ടൈം കുറേ ആവേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. എന്തായാലും പെനാൾട്ടി അടിച്ചു നോക്കാം. ഒരു പനകയിലൂടെ നമുക്ക് ഗോൾ അടിച്ചിട്ടുണ്ട്. ഈസി. ഇപ്പോഴും ഒരു ഇത് കൊടുക്കുന്നില്ല കേട്ടോ. ഡെയിലി ഗെയിമിൽ ചിലർക്ക് ഒരാളല്ല, എനിക്കൊക്കെ ഒരേ ഒരാളാ തോക്കും, ജെറമി തോക്കും. അതിനെ കൂടി ഇങ്ങോട്ട് എനിക്ക് ഡെയിലി ഗെയിമില്ല, അങ്ങനെ പറയാം. പക്ഷെ അടുത്ത ആഴ്ച ആകുമ്പോൾ കൊണ്ടുപോയിരിക്കും ആരെങ്കിലുമൊക്കെ. അപ്പോൾ ആ ഫോർമേഷൻ ആരാന്നാവും നിങ്ങളുടെ എല്ലാവരുടെയും ഗസ്റ്റ്. അതുകൊണ്ടൊക്കെ കുറച്ച് പ്രശ്നം കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് വലിയ സൗണ്ടിൽ സംസാരിക്കാൻ പറ്റാത്തത്. നമ്മളെ ഫോർമേഷൻ വേറെ ഇതല്ല, ഇതാട്ടോ ഫോർമേഷൻ. റൈറ്റ് വിങ് ഇല്ല, 4-2-1-3 അങ്ങനെ പറയാം. ബെസ്റ്റ് ഫോർമേഷനാണ്, കിക്ക് കൗണ്ടറിനൊക്കെ പറ്റിയ ഫോർമേഷനാണ്. അപ്പോൾ ആർക്കെങ്കിലും യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയാം. ഇത് 4 ബാക്ക്, റൈറ്റ് കാർഡ്, ഡിഫൻസ്, മിഡിൽ ഫീൽഡർ. ഇപ്പോൾ ബെക്കാകുമ്പോൾ നമുക്ക് ഫോമില്ലാണ്ട് നമുക്ക് ആളുണ്ട്. ഞാൻ പറയുന്നത് മെക്കലിസ്റ്റർ ഇതുണ്ട് എന്നിട്ടാ 103 ആവുണ്ടെന്നുള്ളതിന് ഇതാ ഇതിലിട്ടാൽ മതി. ഇത് ആ ഫോർമേഷൻ ഒന്നും മാറില്ല, ഇതിൽ കളിച്ചാലില്ല. ഇതാ ഇവിടെ ഇത് കണ്ടോ കേട്ടോ, 103 സാധനം കണ്ടോളൂ. പിന്നെ ബെക്കാമ വരെ 102 ആവുമെന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കൂലും കരുതാ. ഇതിലില്ലേ ഇതെന്താ ബെക്കാമൂടെ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ബെക്കാമിനും തപ്പോട്ടെ. ബെക്കാമ 102 ഉണ്ട് ഇതിൽ ഉള്ളതേനും. കണ്ടോ, ബെക്കാം 102 ആവണം കണ്ടില്ലേ? ബെക്കാം 102 ആവും ഗൈസ്, അതാണ് സംഭവം. പിന്നെ 102ൻ്റെ വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഉള്ളിൽ. ഹസാർഡ്, പിന്നെ KT, ഹസാർഡിന. അത് ഗൈസ് ഈ ഫോർമേഷൻ വെച്ച് കളിക്കുന്നു. ഇതൊക്കെയാണ് പ്രശ്നത്തിൻ്റെ ഗൈസ്. നമ്മളെ കോയിന് നാളെ ആകുമ്പോഴത്തേന് 500 കോയിൻ ഔട്ടാവും. ഇതുമല്ല, ഞാൻ ഔട്ട്വേഡിൻ്റെ 414 എടുത്ത്. ഇത് ബെസ്റ്റ് ഫോർമേഷനാണ്, യൂസ് ചെയ്തവർക്ക് മനസ്സിലാവുള്ളൂ. ബാറ്റ് സൂട്ടൊക്കെ പിന്നെ അറിയാലോ, നല്ല കളിനെ കളിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് കളിയിലോട്ട് പോകാം ഗൈസ്. ആളെത്തിയുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് കളിയിലോട്ട് പോകാം ഗൈസ്. സ്പോർട്ടിംഗ് സിബി. ഓ ഗൈസ് ഗൈസ് മലയാളി ഓപ്പോണൻറ്റിന് തന്നെയാണ് നമുക്ക് വീണ്ടും കിട്ടിയത് ഗൈസ്. മലയാളിയാണ് ഓപ്പോണൻറ്റ്, മലയാളി കേട്ടോ. ഇതുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കി നമ്മൾ ഇറക്കും, അതൊക്കെ അങ്ങനെയാണല്ലോ. മാക്കലിസ്റ്ററിനൊന്നും ഇറക്കാനാവില്ല. പിന്നെ ഇപ്പോൾ നോക്കണം, ഞാൻ നോക്കുകയാണെങ്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെൻട്രൽ മിഡ്ഫീൽഡർ കിട്ടി. പിന്നെ ഗൈസ് ചെക്കൻ്റെ ടീമും കൂടി നോക്കട്ടെ.
റൊമേലോ ലുക്കാസ് ഉണ്ട്, പോൾ സ്കൂൾസും ഉണ്ട്. പിന്നെ പേടിക്കാനുള്ളതൊന്നുമില്ല, സ്കൂൾസും ലുക്കാക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 50 പറഞ്ഞത് ആ വീഡിയോ കണ്ടിട്ട് ഈ കളിയിൽ 20 വരാണെങ്കിൽ ഇടുന്ന കമൻറ്റ് നമ്മൾ ചെയ്യണമാണ്. സ്പിൻ ചെയ്തിട്ട് കുറേ കമൻറ്റ് ഉണ്ടെങ്കിൽ എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടോ കമൻറ്റ് ഇടുന്ന ആൾ, ഇല്ലെങ്കിൽ കിട്ടുന്നതല്ല. സ്കാനാണ് ബാറ്റ് സ്റ്റൂട്ടാ ഇറ്റ്സ് നെയ്മ ജൂനിയർ. അപ്പോൾ ഞാൻ ടേണിലൂടെ പോസ്റ്റ കൂട്ടിയാണല്ലേ, വെറുതെ അല്ല പോവാൻ. ഓ റൈക്കാർഡ് പോസ്റ്റ് കയറി പുളി ഗായ്സ്. കോർണർ കേക്ക് ഫോർ വി നമുക്ക് നല്ല ഉദ്ദേശം മീന്ന് പറയേണ്ടത്. അപ്പോൾ ഗായ്സ് നമുക്ക് കോർണറാണ് ഗായ്സ്. എൻ്റെ ഇതിത്തെ പ്രശ്നം നോക്കി, ലെഫ്റ്റ് ഫുട്ടില്ല. മെസ്സി ആണല്ലോ, മെസ്സി സബിലാണ്. അല്ലേ വേണ്ട നമുക്ക് ഗായ്സ്, ഞാൻ കൊടുത്തതല്ലത്. ബെല്ലടി അവിടുന്ന് വെച്ച് കൊളാക്കല്ലേ ഡൊനാഡോണി. കോർട്ടോയ്സ് ആണോ കീപ്പറ്? നമ്മളെ കോർട്ടോയ്സ് ഇല്ലാണ്ടൊന്നുമല്ല, നമ്മളെ കോർട്ടോയ്സ് സബിൽ വെച്ചിക്കാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലോ അല്ലേ ഗൈസ്. റൈക്കാർഡ് ഇല്ല, ഫോർലാൻ ഇല്ല ഗൈസ്. നെയ്മർ അതോ കിട്ടിയ ബോൾ വെച്ച് ഓടണേ, നെയ്മർ അതോ ഓടണേ ഗൈസ്. മറ്റേ നെയ്മറാണ് വെട്ടി അവിടെ ഗൈസ്. എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ നെയ്മറാന്നും കൂടി ആലോചിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ വിട്ടെടുക്കാം. അതുകൊണ്ടാണ് ഞാൻ വെട്ടിയത്, ഈ നെയ്മറായതുകൊണ്ട്. സാധാരണ നെയ്മർ മറ്റേ സാൻഡോസിൻ്റെ ആദ്യത്തെ നെയ്മർ അതിൻ്റെയൊക്കെ ഉണ്ട്, ഞാൻ ഇറക്കിയില്ല. ഞാൻ മറ്റേ നെയ്മറിന് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയ നെയ്മറിന് നമ്മൾ ഉപയോഗിക്കലുള്ളൂ. ബ്ലിറ്റ്സ് എല്ലാം നമുക്ക് വേണ്ടേ, അതിനും വേണ്ടി. ഒരു കോർണറാണ്. ഞാൻ കാണിച്ചുതരാം കോർണറൊക്കെ എങ്ങനെ എടുക്കണം എന്നൊക്കെ ഇതുണ്ട്, നാക്കുണ്ട്. ഞാൻ കാണിച്ചുതരാം, കണ്ടോട്ടാ. കേട്ടില്ല ഞാൻ പറയണ്ട, കണ്ട ബാറ്റ് കുത്തണ്ടേ. നല്ല ചാൻസ് ആയിരുന്നു ഗൈസ്, ഒന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ നാളെ വരുന്ന പാക്ക് അങ്ങനെ കൺഫേം ആയില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ലാമിയമാൽ ചോയ്സില്ലേ, അതിൽ ഇനി ഒരു 3 ആൾക്കാരും കൂടി വരാനുണ്ട്. അതും കബാറും ഈ വരുന്ന വ്യാഴാഴ്ച അല്ലെങ്കിൽ നാളെ കൊണ്ടുവരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ വരുന്ന വ്യാഴാഴ്ച കൊണ്ടുവരുള്ളൂ. ആൾക്കാരേതായാലും റൊണാൾഡീഞ്ഞോ, ഇനിയസ്റ്റ, ഓർക്കും കൊച്ചു, ഹുയ്സും ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഫോർലാണെന്ന് ബോള് കുഴപ്പമില്ല അടിയടാ മുത്തേ. ഒന്നടിച്ചിട്ടാ ഫോർലാനോടാ കളി. ഡിയാഗോ ഫോർലാൻ, ഇറ്റ്സ് ഡിയേഗോ ഫോർലാൻ അൽ ഖുറലി ഫോർലാൻ. അങ്ങനെയാണ് ഇതാ. ഇവർ രണ്ടാളും ചിലപ്പോൾ സൈഡിൽ കൂടി അന്നാണ്ട് എടുത്ത് ഓടിയാണ്ട് അടിച്ചത്. എന്താ പറയുക, നമ്മൾ റയൽ മാഡ്രിഡിനായിട്ട് വാൽവർട്ടി അടിച്ചില്ലേ ഫസ്റ്റത്തെ ഗോൾ, കീപ്പറിൻ്റെ അസിസ്റ്റിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച അതിനുള്ള തിങ്കളാഴ്ച ഒക്കെ ആകുമ്പോഴത്തിന് ഒരാളെ വാങ്ങാൻ കഴിയുന്നതാണ്. ഊഹിച്ചായിരുന്നല്ലോ എല്ലാവരും ചോദ്യം. കറയാ വേറെ ആരുമല്ല, ഫ്രാൻസ് ബെക്കം ബോർഡാ. അടിമാനെ ഡൊനാഡോണിയെ ഏതാ പേൻ കീപ്പറെ കൈക്കിട്ട് കൊടുക്കുക. കോർട്ടോസാണ് മാറാത്തവര്. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഒരുമാതിരി മറ്റോട്ട് പരിപാടി എനിക്ക് ഡൊനാഡോണി. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ പിന്നെ എല്ലാവരും പറയല് ഗൈസ്. ഇതാട്ടോ നമ്മൾ നേർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് ബാരിസ്റ്റൂടെ പോസ്റ്റിക്ക് കുത്തടാ, പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്. ഇത് FCB ഞാൻ മാറ്റി കഴിഞ്ഞാലോ, ഹേ ഗെയിമർ എന്നൊക്കെ നോക്കിയുണ്ട്, ഒന്നുകൂടി മാറ്റണം. ഓ ഗൈസ്, ഇറ്റ്സ് എ ഫൗൾ, അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇവിടെ ഒന്ന് വെട്ടി വെക്കാം. ഇല്ല, ലിവർക്കാനോടാ കളി, ലിവർക്കാണ്ട് അടിച്ചിട്ടുണ്ടാ. നെയ്മർ വേസ് കോസ്റ്റ സുഖമായിട്ട് അടിച്ചിട്ടുണ്ട്. കോസ്റ്റ ഒരു കാര്യം ആലോചിച്ചില്ല, ഇത് നെയ്മറാണ്, ഈസിയായിട്ട് ട്രിപ്പിൾ ചെയ്തു. ഗൈസ് ഇതൊന്ന് ഞാൻ വിസിലടിച്ച് നേർക്ക് അറ്റാക്ക് ചെയ്യുമ്പോഴാ ഗൈസ് ചക്കൻ എൻ്റെ ഗൈസ്. നമുക്ക് കളിയിലോട്ട് എടുക്കാം. ചെക്കൻ പറയാൻ പറ്റില്ലട്ടാ, ഒരു ഇതുണ്ടാവും കംബാക്ക്. ഈസിയായിട്ട് കോർട്ടേഴ്സിൻ്റെ മണ്ട ബാറ്റിസ്റ്റൂട്ടാ. ഏതവൻ കേറ്റിക്ക് ബാറ്റിസ്റ്റൂട്ടിനാ അവിടെ നോക്കിയാണ് കോളാക്കണേ. പോസ്റ്റൊക്കെ അടിക്കണില്ല, അങ്ങനെ കൊണ്ടുപോവാ. ബാർബക്കാട് തട്ടി
മുഞ്ചിലേ അത് വേണം ലാഗാട്ടോ ലാഗാണ് അവിടെ ഏതാ ബേൻ ബാറ്റ് സ്റ്റുഡൻ്റ് ഒക്കെ എടുത്താണ്ട് അല്ല കോട്ടോസിൻ്റെ ഒക്കെ എടുത്താണ്ട് ഒരുമാതിരി ഇതിന് ബാറ്റ് സ്റ്റുഡൻറ്റിനെ തിരിച്ചടിച്ചിരിക്കും ഗൈസ് അല്ലെങ്കിൽ അവൻ നമ്മൾ കയറ്റും വേണ്ട നോക്കുമ്പോൾ തലകീരി ഇറങ്ങുക പറഞ്ഞിട്ടും കാര്യമില്ല നന്നാണ് ബാറ്റ് സ്റ്റുഡൻ പെട്ടെന്ന് പോയവാണെങ്കിൽ എന്നുകൂടി കിട്ടും ചാൻസ് ആവും ലാഗും തുടങ്ങി കേട്ടോ ലാഗും തുടങ്ങിയാണ് മഞ്ഞ് കാർഡ് ചോപ്പാ മഞ്ഞേ ഗൈസ് നമ്മൾ ഇൻട്രോ എങ്ങനെയുണ്ട് എന്ന് ടൈം കയറിപ്പോയി എന്തെങ്കിലും കമൻറ്റിൽ അറിയിച്ചാൽ മതി നമ്മൾ ഇൻട്രോ സെറ്റാക്കിയാണല്ലോ അപ്പോൾ എന്തിനാണെങ്കിലും കമൻറ്റിൽ അറിയിക്കുക ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഗൈസ് മൈക്കിൾ വേണ്ട ഇല്ല ബോൾ പോയി ഗൈസ് ഓ നെയ്മർ മറ്റേ നെയ്മറും ലാഗും നമുക്കും ഓയോ നമുക്കിത് എവിടുത്ത പരിപാടിയാണ് ബ്രദർ ചെക്കൻ എന്താ SS പഠിക്കുന്ന നല്ല കുട്ടിയാണ് തോന്നുന്നുണ്ട് എന്നിട്ട് ഒരു തീരൊക്കെ വെച്ചാണ് വന്നുകൂടാൻ ഈസി ആയിട്ട് ബോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബോൾ പോകാനും വലിയ ഈസി ടഫൊന്നും ആവില്ല നെയ്മർ ബോൾ പോയിട്ടുണ്ട് എന്താണ് ബാറ്റ് സ്റ്റൂടെ കാരണമാണ് ഇവിടെ 2 മുട ആവുകൊണ്ട് 1 മുട നിൽക്കണേ നല്ല ചാൻസ് കീപ്പറില്ല പോസ്റ്റിൽ വാർമക്ക് അടിച്ചതാണെങ്കിൽ കുഴപ്പമില്ല അടിച്ചിട്ട് വാർമക്ക് പോയതാണെങ്കിൽ ഉന്നം പോയതാ പറയാം ഇത് അടിച്ചിട്ടില്ല നേരെ എങ്ങനെ പോവാ വാർമക്ക് കട്ടിയാണ്ട് ബോൾ പോയി ഓനതാ പോണേ ഇതാണ് ഗൈസ് ലാഗ് നമുക്ക് ലാഗാണ് കേട്ടോ മൊത്തത്തിൽ ലാഗിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മളെ റേഞ്ചൊക്കെ നോക്കി ഒരു കട്ടാണ് S4 കൊടുക്കണില്ല എന്താ ലാഗ് പക്ഷെ ബാറ്റ് ഷൂട്ടറിൻ്റെ അവിടെ ലാഗ് ഇല്ലേനു കേട്ടാ അത് മെല്ല ഭാഗ്യത്തിന് നമ്മൾ അത് കുറഞ്ഞൊന്നുമില്ല ഒളിക്കോ എന്തരായിക്കാടെ ഓരോ അടിച്ചു പുറത്തേക്കാണ് ബേജാറാവല്ല നമ്മൾ വിജയിച്ചിരിക്കും ഈ കളിയൊക്കെ സുഖമാണ് ഇതൊക്കെ എന്ത് സുഖമായിട്ട് നമ്മൾ വിജയിക്കാനുള്ളതാണ് സുഖം ഈസി പീസി അങ്ങനെയും പറയാം ക്ലിയർ ചെയ്യറാ ജയിക്കും 1 മുടക്കാവും കാരണം എന്താ വെച്ചാൽ റേഞ്ചും ഇല്ല പിന്നെ ബാറ്റ് ഷൂട്ടിൻ്റെ മറ്റേടുത്ത പരിപാടി ചെറിയൊരു വെട്ടും ഇത് മിക്കവാറും ഒരു മഞ്ഞ ചുവപ്പ് കാണും കേട്ടോ റൈക്കാർഡ് അത് ഉറപ്പാണ് മഞ്ഞാണോ ചുവപ്പാണോ മാത്രമാണ് അത് ഗൈസ് ചുവപ്പിനുള്ളതില്ല കേട്ടോ ചുവപ്പിനുള്ളതില്ല ഗൈസ് ചുവപ്പിനുള്ളതില്ല കോച്ചേ റഫറി ചുവപ്പിനുള്ളതില്ല ഒരു ഫൗളാക്കി ആരെങ്കിലും കൂട്ടുമോ ഓക്കെ I'm going. അത് കാര്യങ്ങളൊക്കെ ചുവപ്പാക്കി കൂട്ടു ഗൈസ് ഓക്കെ ഞാൻ വിട്ടു പക്ഷെ ഓനെ ഇതൊന്നും അടിക്കാനത്ര മറന്നിട്ടില്ല ഓടെ അവിടെ നമ്മളെ പോസ്റ്റിക്ക് ഫ്രീ കിക്ക് അത് ഓൻ്റെ മെസ്സി എൻ്റെ മെസ്സിയാണെങ്കിൽ വേണമെങ്കിൽ കയറ്റി തന്നില്ല സുഖമായിട്ട് ഇവൻ്റെ റൈറ്റ് ബാക്കിലൊന്നും കയറ്റണം കോസ്റ്റ കൂട്ട കാരണമാണ് നമുക്കിപ്പോൾ ഗോൾ അടിക്കാൻ കഴിയാത്തത് കാരണം എന്താ വെച്ചാൽ നെയ്മറിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കണ്ടില്ല ഈ കോസ്റ്റ കൂട്ട കാരണമാണ് കോസ്റ്റ കൂട്ട പിന്നെയും അതാ ഹാളൻ്റെ ഇറങ്ങി ഗൈസ് ഇറങ്ങി ഒലിവർക്കാൻ തട്ടി ഏതാ കളി പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയിപ്പോൾ ഓൻ്റെ ഒരു ഒന്നും ഗോളാവില്ല എന്ന് ഞാൻ പറഞ്ഞു കാണുന്നത് അപ്പോൾ നമ്മൾ ഗോളടിച്ചേ പറ്റൂ ആയിക്കോട്ടെ ഒരു മുഞ്ച് കളി കഴിയും നമ്മൾ ജയിക്കും അതുണ്ടാവാൻ പോകണമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നാൾ നിങ്ങൾക്ക് ബാറ്റ് ചൂട്ടിനെ കണ്ടിട്ട് തന്നെ ചൊറ വരുന്നേ ഒരുമാതിരി ഓ ഗാസ് ലാഗ്
ഗൈസ് ലാഗ് 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 ഗൈസ് ലാഗ് 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 ഗൈസ് ലാഗ് ലാഗ് അങ്ങനല്ല രസം ഒരു ഗൈസ് വിസിലടി റഫ്രിയ ലാസ്റ്റ് മൂമെൻ്റാണ് ഒരുമാതിരി മറ്റൊരു പരിപാടി കാണിക്കരുത് എടാ ക്ലിയർ ചെയ്യടാ നമ്മളോട് കളി ഏതൊക്കെ പച്ചന്മാർ വന്നാലും ഇത് ഞങ്ങളുടെ ഇതാടാ ഇത് പ്രശ്നമാക്കുക പിന്നെ ബാരിസ്റ്റോറിനെ കിട്ടിയത് എല്ലാവരും അറിയാമെന്ന് വിചാരിക്കുന്നു അറിഞ്ഞാന്ന് എനിക്കറിയില്ല ഞാൻ വെറുതെ പറഞ്ഞാണ് എല്ലാ കളിയുണ്ടാവും ഈ റൈക്കാർഡിന് ഒരിത് റൈക്കാർഡ് നമ്മൾ ബാക്ക് ടു പരിശോധനയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു കാര്യം പറയാനുള്ളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 100 സബ്സ്ക്രൈബേഴ്സാണ് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതിനകത്ത് എത്ര ഉള്ളൂ നമ്മൾ പോവാണ്.